എയർപോർട്ടിലെ വെരിഫിക്കേഷൻ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും സമയം 8:30 ഇവിടുന്ന് വീണ്ടും 1.5 മണിക്കൂർ യാത്ര ചെയ്താലേ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലെത്തുള്ളൂ. അതിനായി അവരൊരു ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നാട്ടിലിപ്പോൾ സമയം പുലർച്ചെ 5 മണി ആയതുകൊണ്ടും രാത്രി നന്നായിട്ട് ഉറങ്ങാത്തതുകൊണ്ടും പുതിയൊരു രാജ്യത്തിലെത്തിയതിൻ്റെ സന്തോഷം എല്ലാവരുടെ മനസ്സിലുണ്ടെങ്കിലും ഈ യാത്ര, അതായത് ഈ 1.5 മണിക്കൂർ അധികം പേരും ഉറക്കത്തിലായിരുന്നു. ടോക്കിയോ ഡിസ്നി വേൾഡിന് തൊട്ടടുത്തുള്ള ഷെരട്ടൺ ഗ്രാൻഡയിലായിരുന്നു നമ്മൾക്ക് എല്ലാവർക്കും റൂം അറേഞ്ച് ചെയ്തിരുന്നത്. അധികം ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത കോമ്പാക്റ്റ് ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള റൂമായിരുന്നു. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാൽക്കണി ആയിരുന്നു. തുറന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചത് നല്ല ഭംഗിയുള്ളൊരു പൂളും അതിനടുത്തുള്ളൊരു ഗാർഡനുമായിരുന്നു. അതിനു പിന്നിൽ വിശാലമായിട്ടുള്ള നീലക്കടൽ പിന്നീടാണ് ശ്രദ്ധിച്ചത്. അവിടുന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ച് അന്നത്തെ പ്രോഗ്രാമിന് റെഡിയാകാനുള്ള പരിപാടിയായിരുന്നു ഞങ്ങൾ. ഇങ്ങനെ ഒരു ട്രിപ്പ് വരുമ്പോൾ നിങ്ങൾ മറക്കാതെ എടുക്കേണ്ട ഒരു സംഭവമാണ് ഇൻ്റർനാഷണൽ ട്രാവൽ അഡാപ്റ്റർ. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, പക്ഷേ എനിക്കിതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കയ്യിലുള്ള മൊബൈലും ലാപ്ടോപ്പും സ്മാർട്ട് വാച്ചൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ ഇത് വേണം.